ഇന്നലെ വളരെ പെട്ടെന്നായിരുന്നു വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ഈ ഒരു യുദ്ധം എങ്ങനെയാണ് അവസാനിച്ചത്? ഇങ്ങനെയാണ് അവസാനിച്ചതിൻ്റെ ബേസിസ് ആണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ യുദ്ധം വേണം, ഇന്ത്യക്ക് യുദ്ധം വേണ്ട എന്നുള്ളതാണ്. യുദ്ധം വേണ്ട എന്നുള്ള അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ ഒരിക്കലും അങ്ങോട്ട് ചെയ്ത് അറ്റാക്ക് ചെയ്തില്ല. യുദ്ധം പ്രഖ്യാപിക്കേണ്ട സാഹചര്യം എല്ലാം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു, ഇന്ത്യ ചെയ്തില്ല. ഇന്ത്യ അവരിങ്ങോട്ടൊന്ന് വന്നു, അങ്ങോട്ട് രണ്ട് കണ്ടു. അവിടെ ചാനൽ 10 കൊടുത്തു. ഏതായത് വിമാനം വെടിവെച്ചിട്ടെന്നോ എയർപോർട്ടുകൾ അടച്ചു എന്നൊക്കെ കേട്ടിരുന്നാലും വല്ല നടന്നതാണ്. അപ്പോൾ ചാനലുകാർ അതിൽ വലിയ യുദ്ധം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഗവൺമെൻറ് വളരെ പ്രൊഡൻ്റായിട്ടാണ് കൈകാര്യം ചെയ്തത്. അപ്പം ഇതിന് അഡ്വാൻറ്റേജ് ഇതിൻ്റെ ഒരു കത്തിയുടെ പിടി ഇന്ത്യയുടെ കയ്യിലായിരുന്നു. കാരണം ഇന്ത്യക്ക് വേണമെങ്കിൽ ഈ കത്തി സ്റ്റാബ് ചെയ്യാം, പക്ഷെ ഇന്ത്യ സ്റ്റാബ് ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് വന്നാലും ഇങ്ങനെ കാണിച്ചിട്ട് ജഗതി മറ്റേ സിനിമ കാണിക്കുന്ന പോലെ ഒന്ന് കാണിച്ചിട്ട് ഒന്ന് ഓടിച്ച് വിട്ടേക്കാം എന്നുള്ളൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഘട്ടം അവർക്ക് ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുന്നുള്ളത്. അപ്പോൾ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാം എത്ര കുടുംബങ്ങളെ പുറത്താക്കി കഴിഞ്ഞാൽ എല്ലാവരുടെയും കുടുംബങ്ങളെ രാജ്യത്തിന് പുറത്താക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതിൻ്റെ ഒരു തിരിച്ചടി അവർക്ക് താങ്ങാൻ പറ്റില്ല. അതവർക്കറിയാം. പക്ഷെ അവർ ഒരു ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനം. പക്ഷേ ഇന്ത്യ ഈ രീതിയിൽ റിയാക്ട് ചെയ്യും എന്നവർ കരുതിയില്ല. കാരണം ഇന്ത്യ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് ആളുകളൊക്കെ എണീ കൊണ്ടുവച്ച് തല വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ അന്താരാഷ്ട്ര ഉപരോധം വിളിച്ച് വരുത്തിയിട്ട് പ്രശ്നം ഉണ്ടാക്കണ നമ്മളെപ്പോഴും റെസീഡ് ചെയ്ത് പാർലമെൻറ്റ് ആക്രമിച്ചപ്പോൾ ഒന്ന് നമ്മൾ ഇത് അറ്റാക്ക് ചെയ്തിരുന്നത് അതുകൊണ്ടാണ്. ഇത് പക്ഷേ മോഡി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മോഡി കയറി റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ ഈ റെസ്പോൺസ് അവർ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഇന്ത്യ ഒരു അബദ്ധം കാണിക്കുന്നതാണ് അവർ വിചാരിച്ചത്. മോഡിയാണല്ലോ. അപ്പോൾ ആദ്യം അവർ വിചാരിച്ച മോഡി ആയതുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിങ്ങളെ മൊത്തം ചുട്ടുകൊല്ലു ആദ്യം അത് നടന്നില്ല. രണ്ടാമത് വിചാരിച്ച മോഡി അവിടെ കയറിയിട്ട് അറ്റാക്ക് ചെയ്യുന്നു, അതും മോഡി ചെയ്തില്ല. മോഡി എന്താണ് നേതൃത്വം ചെയ്തത് അത് തന്നെ ചെയ്തത്. ഈ നിയന്ത്രണ രേഖൻ എപ്പം നിന്നുകൊണ്ട് കളിക്കാൻ പറ്റുന്ന കളിയൊക്കെ ചെയ്തു. അതുകൊണ്ട് ഡ്രോൺ അയച്ചുമൊക്കെ ചെയ്തു. പക്ഷേ വിമാനങ്ങളൊന്നും എയർസ്പേസ് ലംഘിച്ച് ഇന്ത്യൻ വിമാനങ്ങൾ എയർസ്പേസ് ലംഘിച്ചില്ല എന്നാണ് ഞാൻ കേട്ടത്. ഇനിയിപ്പോൾ ഞാൻ കേട്ടതിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളതിനെ തിരിച്ചാൽ മതി. ഇന്ത്യൻ വിമാനങ്ങൾ ഒഫീഷ്യലായിട്ട് ഇന്ത്യൻ വിമാനങ്ങൾ എയർസ്പേസ് ലംഘിച്ചിട്ടില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവിടെ ചാനലുകാർ പറഞ്ഞിട്ട് കറാച്ചി പോയെന്നോ INS വിക്രാന്ത് മറ്റടുത്ത് പോയി കാശ്മീരില്ല, അതെനിക്കറിയില്ല. അപ്പം അങ്ങനൊരു സേഫ് ഗെയിമാണ് ഇന്ത്യ കളിച്ചത്. അപ്പോൾ ഈ സേഫ് ഗെയിം കളിക്കാൻ പാകിസ്ഥാൻ എന്ത് ചെയ്യണം പറ്റാത്ത അവസ്ഥയായിപ്പോയി. അല്ലെങ്കിൽ ഇന്ത്യ അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യനെ ഒരു യുദ്ധ കുറ്റവാളിയൊക്കെ ആക്കി മാറ്റിക്കൊണ്ട് അവർക്ക് ചിത്രീകരിച്ച് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കാനുള്ള ഒരു ഘട്ടത്തിലേക്ക് പോകാനുള്ള ധൈര്യം അവർക്ക് വന്നില്ല. ഇൻ കേസ് ഇന്ത്യ ആ രീതിയിൽ ഫുൾ ഫ്ലഡ്ജിൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസ് അവർ ഉപയോഗിക്കുകയായിരുന്നു. പക്ഷേ ഇന്ത്യ ചെയ്തില്ല, സൂക്ഷിച്ച് കളിച്ചു. അവിടെയാണ് അവർ പരാജയപ്പെട്ടത്. പിന്നെ മാത്രമല്ല അവിടെ ഇന്റേണലി ഇന്ത്യയുടെ വിജയം ഇതൊന്നും അല്ലെന്ന് ഞാൻ പറയും. ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം മുമ്പ് ഞാൻ പറഞ്ഞതാണ്, നയതന്ത്ര തരത്തിലും അവിടെ ഇന്ത്യൻ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കി. അതായത് ഈ ബലൂചിസ്ഥാൻ പ്രദേശത്ത് ഇപ്പോൾ ഇന്ത്യയായിട്ട് ഫുൾ ഫ്ലഡ്ജ് വന്നാൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ആ രാജ്യം ചിഹ്നവിനായിപ്പോകും. കാരണം അവിടെ ബലൂജികൾ നേരെ 40% ഏരിയ കൺട്രോൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർ ഒരേ സമയം 2 ഫ്രണ്ടിൽ പാകിസ്ഥാനിൽ യുദ്ധം ചെയ്യാനുള്ള ശേഷിയൊന്നുമില്ല. അപ്പോൾ ഇന്ത്യയുടെ ശരിയായ വിജയം കിടക്കുന്നത് ഡോവലിലാണ്. അതായത് അവിടെ ഇന്ത്യയുടെ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കി അവിടെ ഒരു പ്രഷർ കൊടുത്തുകൊണ്ടേയിരുന്നു. ഇവിടെ ചൂടാന്ന് വെച്ചാൽ അവിടെ വേറെ പൊട്ടിക്കൊണ്ടിരുന്നു. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ പാകിസ്ഥാൻ ഒരു വല്ലാത്തൊരു ഈ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിക്കാനല്ലാതെ മറ്റൊരു വഴിയില്ലാത്ത ഘട്ടത്തിലേക്ക് എത്തി. ന്യൂക്ലിയർ ആയുധങ്ങൾ ഏത് രാജ്യമാണെങ്കിലും കണ്ണും പൂട്ടി ഉപയോഗിക്കില്ല. അവർ നോക്കൂ, ഒരു രക്ഷയില്ലെങ്കിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്കോപ്പ്. അതിനിടയ്ക്കാണല്ലോ ഈ IMF കാശ് കൊടുത്തത്. പിന്നെ ഈ പറഞ്ഞ എസ്കലേഷൻ ഉണ്ടാക്കിയത് IMFൻ്റെ കാശ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എന്ന് വേണമെങ്കിലും കരുതാം. കാരണം എന്ന് വെച്ചാൽ IMF കാശ് കൊടുക്കുമ്പോൾ വലിയ നിബന്ധനകൾ വെക്കും, യുദ്ധം അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ യുദ്ധം പാകിസ്ഥാൻ മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ ഞാൻ കരുതുന്നത്. അമേരിക്കയും ചൈനയ്ക്ക് ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പോയി അറ്റാക്ക് ചെയ്യും. അപ്പോൾ ആ കാര്യം പറഞ്ഞ് അപ്പോൾ IMFൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ പിന്മാറണമെന്ന് ഞങ്ങൾ പറയും. അപ്പോൾ നിങ്ങൾ പിന്മാറാൻ സംബന്ധിച്ച് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് തരാം, കാശ് തരാം. പറയുന്ന ആശങ്കാജനകമായിട്ടുള്ള എന്തോ ഒരു രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് മോദി ഇത്തരത്തിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ച യുദ്ധം അവസാനിപ്പിച്ചത്. മറ്റേത് തന്നെ ടിഷ്യൂ ആറ്റം ബോംബ് അമ്മാർ ഗത്യന്തരമെല്ലാം ഉപയോഗിക്കും. പാസസർ അതിന് അവരെ കയ്യിൽ ഈ സാധനം അല്ലാന്ന്. പക്ഷേ അമേരിക്കയും ലോകരാജ്യങ്ങളൊക്കെ പറയുന്നത് ഉണ്ട് എന്നുള്ളതാണ്. നമ്മളത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ബാക്കി RSS വിശ്വാസം എന്താ, ഞാൻ അതിലൊന്നും കൈകടത്ത്, എനിക്ക് വേറെ പണിയുണ്ട്. ഈ മതത്തിൻ്റെ ഇങ്ങനെയുള്ള ഇൻ്റർനാഷണലി ഇപ്പോൾ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് ആരെങ്കിലും പടിഞ്ഞാറെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാധിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇന്ത്യ എന്നെ അവർക്ക് പേടിക്കാൻ പറ്റും ഒറ്റ കാര്യമുള്ള ന്യൂക്ലിയർ വെപ്പണാണ്. ബാക്കിയെല്ലാം എന്ത് ചെയ്താവും. ഇന്ത്യ എന്തുകൊണ്ട് പേടിക്കുന്നത് വെച്ചാൽ നമുക്ക് വലിയ പോപ്പുലേഷൻ ഉണ്ട്. നമ്മൾ അവരെ പോലെ പട്ടാള ഗവൺമെൻറ് അല്ല. ഇവിടുത്തെ പട്ടാളം സ്വന്തം കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടി നിലനിൽക്കുന്നതല്ല, രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ്.
അപ്പോൾ നമുക്ക് നമ്മുടെ പോപ്പുലേഷനെ അതെ. സംരക്ഷിച്ചേ പറ്റുള്ളൂ. പക്ഷേ രജനീനെയൊക്കെ സംരക്ഷിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് പക്ഷെ നിലവിൽ നിർത്തലാക്കും എന്നുള്ള തരത്തിൽ വരുമ്പോഴും നമുക്ക് പാകിസ്ഥാനെ ഇങ്ങനെ വിശ്വസിക്കാൻ അല്ല, പറ്റും. ആരും വിശ്വസിക്കുന്നത് പട്ടാളത്തെ വീണ്ടും പിൻവലിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇത്തരത്തിൽ പ്രകോപനങ്ങൾ അതിൻ്റെ ഉണ്ടാവാൻ അവർക്ക് പണി സാധ്യത. കിട്ടും. അവരിനി അവരുടെ ഒരു സ്റ്റേബിൾ പൊസിഷനിൽ എത്താതെ അവരെ ആക്രമിക്കില്ല. അവർക്ക് പണി കിട്ടുമെന്ന് അവർക്കറിയാം. അത് ഇത്രയും പ്രതീക്ഷയില്ല. ഓരോ ഘട്ടത്തിലും മോഡി ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത് അന്താരാഷ്ട്ര രംഗത്താണ്. മോഡീൻ്റെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത് അന്താരാഷ്ട്ര രംഗത്താണ്. അത് മോഡീൻ്റെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ ഈ സാഹചര്യങ്ങളെല്ലാം മോഡിക്ക് അനുകൂലമായിട്ട് വന്നു എന്നുള്ളതാണ്. കാരണം സോവിയറ്റ് റഷ്യ ഇല്ലാതായി, അതോടുകൂടി അമേരിക്ക ഫ്രീ ആയി. അപ്പം പാകിസ്ഥാന് സോവിയറ്റ് റഷ്യക്കെതിരെ ആണ് ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതോടുകൂടി അമേരിക്കയ്ക്ക് ഇന്ത്യയോടുള്ള ദേഷ്യം കുറഞ്ഞു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യൻ വിപണി വളരെ, പണ്ട് അമേരിക്കയ്ക്കൊന്നും ഇന്ത്യൻ വിപണി ഒരു താല്പര്യമില്ല. ഇവിടുത്തെ കാകത്തിൽ ആളുകൾ മേടിക്കും. ആ പടങ്ങൾ കൊട്ടാരക്കര കാറുണ്ടായിരുന്ന ബാലകൃഷ്ണപിള്ള സാറിൻ്റെ അച്ഛൻ, പിന്നെ ബാലകൃഷ്ണപിള്ള സാറിന് അല്ലേ അതുണ്ടായിരുന്നത്. അങ്ങനെ ഒന്ന് രണ്ട് ആളുകൾക്ക് ഉണ്ടായിരുന്നുണ്ട്. ഇപ്പോൾ കൊട്ടാരക്കര ഓരോ വീട്ടിലും ബൈക്കും കാറുമാണ്. അതാണ് എൻ്റെ കാര്യം. എൻ്റെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. എൻ്റെ നാട്ടിൽ ആപ്പാടെ ഒരു ബുള്ളറ്റ് ആയിട്ടാണ് മുമ്പ് ഉണ്ടായിരുന്നത്, 2 ജീപ്പും. കാറേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ വീട്ടിലും കാറും ബുള്ളറ്റൊക്കെ പയ്യന്മാർ കളിപ്പാട്ടം പോലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ്. അപ്പോൾ ഇന്ത്യ ഒരു വലിയ വിപണിയായി മാറി. ഈ വിപണി ചൈനയെ സംബന്ധിച്ചിട്ട് ഒരു പ്രശ്നമുണ്ട്. ചൈനയ്ക്ക് ഈ പ്രശ്നം കണ്ടെങ്കിൽ ചൈനയുടെ വലിയ വിപണിയാണ് ഇന്ത്യ. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും മേഡ് ഇൻ ചൈനയാണ്. ചൈന പല ക്വാളിറ്റി പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ബീജം പ്രൊജക്റ്റിന് ആവശ്യമുള്ള ഏതാണ്ട് 40% സാധനം ചൈനയാണ്. എന്തിന് പട്ടേലിൻ്റെ പ്രതിമ പോലും പ്രധാനപ്പെട്ട പാർട്ടി ചൈന ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ചൈനയുടെ വലിയ വിപണിയാണ് ഇന്ത്യ. ഇവിടെ റിസഷൻ വന്നാൽ ചൈനയെ ബാധിക്കും. അല്ല, ചൈനയുടെ പല കാര്യങ്ങളും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അതുണ്ട്. പക്ഷേ മിസൈൽ വരെ അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാവും. ചൈനയുടെ ഉണ്ട്, തുർക്കിൻ്റെ അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതേസമയം തന്നെ ചൈന അവരുടെ മെയിൻ ബിസിനസ്സിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകും ചെയ്യില്ല. പക്ഷെ ഇപ്പോഴും ചൈന പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് തന്നെ ചൈന പാകിസ്ഥാൻ പിന്തുണയ്ക്കല്ല, ഞാൻ അതല്ല പറഞ്ഞത്. ഈ എസ്കലേറ്റ് ചെയ്യാതിരിക്കാൻ കാരണം അതാണ്. ഇന്ത്യക്ക് തലവേദന ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ത്യനെ അടുക്ക് ബ്ലാക്ക് മെയിൽ ഞങ്ങൾ പാകിസ്ഥാൻ ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ വേറെ കളി കിടക്കുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് പറ്റുമെന്ന് അപ്പോൾ ഇന്ത്യനെ ഒന്ന് ഭീഷണിപ്പെടുത്തുക. അപ്പോൾ ഇന്ത്യ ചില കാര്യങ്ങൾ ആന്റി ചൈന ആവുന്നതിന് നാണം കെട്ടിരിക്കുമല്ലേ. കാരണം പല ആയുധങ്ങളും പാകിസ്ഥാന് കൈമാറിയത് ചൈനയുടെ അനുവാദം. നാണക്കേടൊന്നുമില്ലാന്ന് ചൈന കൈമാറുന്ന ആർക്കാന്നോട്ടോ. അതുകൊണ്ട് സിഖ് തീവ്രവാദി ഉണ്ടായ സമയത്ത് അവരെ കയ്യിൽ നിന്ന് കിട്ടിയ ആയുധങ്ങൾ പൊട്ടിയില്ലല്ലോ. പൊട്ടിയില്ലെന്നുള്ളതല്ലേ, വിമാനം പൊട്ടിയില്ലെന്ന്. അതൊന്നും അവർക്ക് പ്രശ്നമാണെന്ന് കാര്യമില്ല. ചൈനയിൽ പലതരത്തിലുള്ള സാധനങ്ങളുണ്ട്. അത് വേണേൽ ചൈന പൊട്ടാത്ത സാധനം കൊടുത്താണെങ്കിലും. ചൈന അത്ര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ഫോഴ്സ് ഒന്നുമല്ല. അവർക്ക് അത്യാവശ്യം നല്ല ശേഷിയുള്ള സൈന്യമാണ് അവരുടെ സാധനം. ചൈനീസ് ഉൽപ്പന്നങ്ങൾ നോക്കിയാൽ മതി. അവിടെ 10 രൂപയുടെ തൊട്ട് 1000 രൂപയുടെ വരെ ഉൽപ്പന്നങ്ങളുണ്ട്. കളിപ്പാട്ടങ്ങൾ നിങ്ങൾ എടുത്തു വേണം. ഇപ്പോൾ 10 രൂപയുടെ കളിപ്പാട്ടം ഒരേ കഴിയുമ്പോൾ പൊട്ടിപ്പോകും. പക്ഷേ 1000 രൂപയുടെ അമേരിക്കൻ കളിപ്പാട്ടത്തെക്കാളും നല്ല സാധനമായിരിക്കും. അതാണ് ചൈന. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ, പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം അതൊരു മെസ്സേജും കൊടുത്തു. 2 കൈവിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് നഷ്ടം. ഇന്ത്യയുടെ റിസഷൻ വന്നാൽ അവരെയും ബാധിക്കുന്നത്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇന്ത്യ ആയിട്ടുള്ള കച്ചവടത്തിൽ അവർക്കാണ് അനുകൂലം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിൽ ഗെയിമിൽ ജയിച്ചത് ഇന്ത്യയാണ്. കാരണം ഇന്ത്യ റീസ്ട്രെയിൻ ചെയ്തു എന്നാൽ പണിയും കൊടുത്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.